ഹായ് ചേച്ചി. എൻ്റെ പേര് ശുഭ വിക്രം, ഇരിങ്ങാലക്കുടയിൽ നിന്നാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വിക്രം മേനോൻ. എനിക്ക് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികൾ. ഒരാളുടെ പേര് അർജുൻ, ഒരാളുടെ പേര് അർണവ്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ സ്റ്റോറി ആയിട്ട് പറയാനും എനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ എന്താണ് ചേച്ചിയോട് തുറന്ന് പറയാം. ചേച്ചി എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ആക്ച്വലി ഞാൻ യൂട്യൂബ് വീഡിയോസ് കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത് 2016 2016 ഞാൻ ഒരു ദിവസം വീട്ടിൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി. കുക്കറിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് എനിക്കൊരു എന്താ പറയുക, ഒരു ബിസിനസ്സാക്കി തുടങ്ങിക്കൂടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ക്ലിക്കാവുന്നത്, നമുക്കിത് ശരിയാണല്ലോ, നല്ലൊരു കാര്യമാണ്. എനിക്കും ഇഷ്ടമാണ് കേക്ക്സ് ബേക്ക് ചെയ്യാനൊക്കെ. എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കേക്ക്സിന് വേണ്ടി ഞാൻ കൂടുതൽ നല്ല വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ കുറേ വീഡിയോസ് കണ്ടു, എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതും കേക്കിൻ്റെ റെസിപ്പീസ്, കേക്കിൻ്റെ ബേസിക്സ്, അതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചു. അങ്ങനെ ഞാൻ പിന്നെ കേക്കിൻ്റെ ക്ലാസ്സിനൊക്കെ പോയി. കേക്ക് ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട് തൃശ്ശൂർ. അപ്പോൾ ഞാൻ ആ കേക്കിൻ്റെ ക്ലാസ്സിനൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ രീതിയിൽ നമുക്കറിയാവുന്നവരോട് പറഞ്ഞ് നമ്മളിപ്പോൾ ഓർഡറൊക്കെ കൊടുക്കും. അങ്ങനെ പിന്നെ 2018 ഇങ്ങനെ അപ്പോൾ കുക്കിങ്ങിനോട് കുറച്ചുകൂടി പാഷനായി, അതായത് കുറച്ചുകൂടി ഇഷ്ടം തോന്നി. കുറച്ചും കൂടി റെസിപ്പീസ്, കേക്ക് അല്ലാതെ മറ്റ് റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനുള്ളൊരു ഇഷ്ടം തോന്നി. ഇതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ യൂട്യൂബ് നോക്കാറുണ്ട്, പക്ഷേ കൂടുതൽ യൂട്യൂബിനോട് അറ്റാച്ച്ഡ് അങ്ങനെ വല്ലാത്തൊരു ഇതുണ്ടായിരുന്നില്ല. ഈ 2000 കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ യൂട്യൂബ് കൂടുതൽ കാണാൻ തുടങ്ങിയത്. അങ്ങനെ 2018 ഞാനൊരു എന്താ പറയുക, കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അവർ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അങ്ങനെ സ്നാക്സിൻ്റെ റെസിപ്പീസ് നോക്കുമ്പോഴാണ് ഈ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ താഴെ, ഇപ്പോൾ ഫോണിലാണെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ താഴെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുമല്ലോ. അതിൽ വിനാസ് കറി വേൾഡ് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയില്ല, ഞാൻ എടുത്ത് നോക്കിയൊന്നുമില്ല. വീഡിയോ ഞാൻ എടുത്ത് നോക്കിയില്ല. അങ്ങനെ പിന്നെ ഞാനൊരു മലയാളം ചാനലിൽ ഇതുപോലെ ടോപ്പായിട്ട് നിൽക്കുന്ന മലയാളം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ വീണ ചേച്ചിയുടെ ഫോട്ടോ ഉണ്ടായി. അപ്പോഴാണ് ഞാൻ ചേച്ചിയുടെ ചാനൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ചേച്ചിയുടെ ചാനൽ കാണാൻ തുടങ്ങിയതും. അപ്പോൾ പിന്നെ എന്താ പറയുക, ചേച്ചിയുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു ഇഷ്ടം ചേച്ചിയോട് എനിക്ക് ഉണ്ടായി. പിന്നെ ചേച്ചിയുടെ എല്ലാ വീഡിയോസും, അതായത് ചേച്ചിയുടെ ഫസ്റ്റ് ചേച്ചി ഇന്നിട്ടോ നോക്കിയാണ് ഞാൻ ഇരിക്കാറ്. അപ്പോൾ എന്നും ചേച്ചിയുടെ വീഡിയോസ് പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എന്താ പറയുക, കണ്ട് പിന്നെ എന്തായെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലൊരു അഡിക്റ്റായി. നമ്മൾ ചില ഇതിനോടൊക്കെ അഡിക്റ്റ് ആവുന്ന പോലെ എനിക്ക് വിനാസ് കറി വേൾഡ് കണ്ടാലൊരു ഉറക്കം വരുള്ളൂ എന്നുള്ള രീതിയിലായി. എന്താ പറയുക, രാവിലെ എണീക്കുമ്പോൾ തന്നെ എൻ്റെ ഫോൺ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫോൺ നോക്കും, വിനാസ് കറി വേൾഡ് എന്തെങ്കിലും എന്താ പറയുക, ചേച്ചി എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചേച്ചിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വീഡിയോസ് കാണും. അങ്ങനെ തുടക്കം എൻ്റെ രാവിലത്തെ എണീക്കുമ്പോൾ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എണീക്കാറ്. അപ്പോൾ രാത്രി അവസാനിക്കുന്നതും ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് അവസാനിക്കുന്നത്. അവസാനം എൻ്റെ ഹസ്ബൻഡിന് ഈ പറഞ്ഞ പോലെ കുറച്ച് ദേഷ്യമൊക്കെ വന്നു തുടങ്ങി. കാരണം ഞാൻ വീട്ടിൽ
എന്താ പറയുക കാര്യങ്ങളൊന്നും ചെയ്യാണ്ടായി. എപ്പോൾ നോക്കിയാലും യൂട്യൂബിൽ തന്നെ ശ്രദ്ധ വെച്ചു. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു വ്യക്തിയും എനിക്ക് ഇൻസ്പയർഡ് ആയിട്ടില്ല, അതൊരു സത്യമാണ്. അങ്ങനെ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ആരിൽ നിന്നും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് ചേച്ചി എൻ്റെ ലൈഫിൽ ഒരു ഇൻസ്പിറേഷനായിട്ട് ഉണ്ടാവുന്നത്. അത് ഇൻസ്പിറേഷൻ എന്ന് പറയാനും പറ്റുമോ, അത് എന്ത് പറയണമെന്ന് എനിക്കെന്നെ അറിയില്ല. കാരണം അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് ചേച്ചിയോട് എനിക്ക് വല്ലാതെ ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ആൾക്ക് എന്നെ അറിയാം. അപ്പോൾ ആൾ എൻ്റെ ഉണ്ടാവും സാധാരണ രീതിയിൽ നിന്ന് വിട്ടൊരു ചേഞ്ചസ് എൻ്റെ ഭാഗത്തുനിന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഡെസ്പായിരിക്കും ചില സമയത്ത്. അതായത് ഡെസ്പായിരിക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് ചേച്ചി കാണാൻ പറ്റുന്നില്ലല്ലോ, ചേച്ചിയോട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ, ചേച്ചി കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ ഞാൻ കുറച്ച് നാളിങ്ങനെ വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഡെസ്പായിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അത് മനസ്സിലായി. ആൾ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഇരിക്കണേ, നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വീണ ചേച്ചി കാണണം, എനിക്ക് വീണ ചേച്ചീനെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് വീണ ചേച്ചി കാണണം, എനിക്ക് ആളെ ഒന്ന് നേരിട്ട് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര. ആളെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴികൾ, പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴികളാണ് ഞാൻ കൂടുതൽ നോക്കിയിരുന്നത്. സത്യം പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് വഴികൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ചേച്ചീനെ എങ്ങനെയാണ് ചേച്ചി, അങ്ങനെ ഞാൻ വീഡിയോസുകളിൽ ചേച്ചി സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു, പെരിഞ്ഞനം. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, ഈ പെരിഞ്ഞനം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് കൊടുങ്ങല്ലൂരുമാണ്. അപ്പോഴാണ് ഞാൻ ഇത്ര കൊടുങ്ങല്ലൂർ അടുത്താണോ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അത്ര അങ്ങോട്ട് പെട്ടെന്ന് അറിയില്ല. അപ്പോൾ പെരിഞ്ഞനം എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയി കണ്ടാൽ. ചേച്ചി ആ സമയത്ത് നാട്ടിൽ വന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എന്നോട് ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അറിയില്ല, പിന്നെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ അനുവാദം ഇല്ലാതെ കയറി ചെല്ലുന്നത് മര്യാദക്കേടാണ്. അപ്പോൾ അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ചേച്ചിയെ കാണണം എന്നുള്ള ഒറ്റൊരു ജ്വരം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ പിന്നെ ആളങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച്, ശരിയാണ്, നമ്മളോട് വരാനൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ കയറി ചെല്ലുന്നതും ശരിയല്ല എന്നുള്ള പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ശരിക്കും ചേച്ചിയുടെ വീട് എവിടെയാണ്, ചേച്ചി എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല. എങ്ങനെ നിങ്ങളെ കണ്ടുപിടിക്കും, എവിടെയാണ് വീട് എന്നൊന്നും അറിയില്ല. പെരിഞ്ഞനത്ത് എവിടെയാണെന്നുള്ളതും അറിയില്ലല്ലോ. അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് കുറേ ശ്രമിച്ചു. പിന്നെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്. ആളെന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് തനിക്ക് വട്ടായോ, നിനക്ക് തനിക്ക് പ്രാന്തായോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷെ ആൾക്ക് മനസ്സിലായി എനിക്ക്. കാരണം എൻ്റെ ലൈഫിൽ ഒരാളും ഇങ്ങനെ നമുക്കൊരു എന്താ പറയുക, ഒരു സിനിമ നടനോടോ അല്ലെങ്കിൽ നടിയോടൊക്കെ ഒരു ഫാൻ തോന്നും, അല്ലെങ്കിൽ ഒരു ആരാധന തോന്നും. അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇല്ലാത്തൊരു ഞാൻ ഉണ്ടായത് ഒരു വ്യക്തിയായിട്ട്, അതെൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് ആളെ, അതായത് എൻ്റെ ഫസ്റ്റ് ഒരു ഫാൻ ഇഷ്ടം എൻ്റെ ഹസ്ബൻഡുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം ഉള്ള വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക, ചേച്ചി തന്നെയാണ്. അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ലൈഫ്, ചേച്ചിയുടെ ഒരു വീഡിയോ, അതായത് വീഡിയോ ഞാൻ പറയാം. ചേച്ചി എങ്ങനെയാണ് യൂട്യൂബർ ആയത്, ചേച്ചിയുടെ അതിൽ ചേച്ചി ഉപയോഗിക്കുന്ന, ചേച്ചി എങ്ങനെയാണ് യൂട്യൂബ് ഷൂട്ടിംഗ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ചേച്ചി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചൊരു വീഡിയോ ആണ്. ടോട്ടലി എൻ്റെ ലൈഫ് ഒരു എന്താണ് ടേണിംഗ് പോയിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയും. ആ ഒരു വീഡിയോ ആണ് ടോട്ടലി മാറ്റിമറിച്ചൊരു വീഡിയോ ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഇതിന് മുന്നേ ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്, പക്ഷേ ആരുടെയും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ആൾക്കും അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഇടയിൽ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം നമുക്ക്
എന്താ പറയുക, അതായത് ഒരു പ്രൊഫഷൻ വേയിലായിട്ട്, അതായത് കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നല്ലോ. ജസ്റ്റ് ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഇടാൻ, മറ്റുള്ള പബ്ലിക്കിന് കൊടുക്കാവുന്നൊരു മീഡിയ ആയിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കൂടുതൽ അറിയാൻ തുടങ്ങിയത് ചേച്ചിയുടെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ്. പിന്നെ ഞാൻ ഇതിന് മുന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ കുക്കിംഗ് ചാനൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കും, ഇവർക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താ? ഇവരിങ്ങനെ കുക്കിംഗ് ചാനൽസ് ഒരുപാട് ഇടുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ ഇടുന്നുണ്ട്, അപ്പോൾ അവർക്ക് എന്താ എൻ്റെ ബെനിഫിറ്റ്സ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അങ്ങനെയാണ് പിന്നെ ചേച്ചിയായിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് കുക്കിംഗ് ചാനൽ ചെയ്യാം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം വരുമാനം ഉണ്ട് എന്നുള്ളൊരു സംഭവം അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അന്നേ തന്നെ, അതായത് ചേച്ചിയുടെ വീഡിയോക്കാൾ മുന്നേ ഞാൻ പറഞ്ഞല്ലോ, അത് അന്നേ തന്നെ മനസ്സിലൊരു ചെറിയ ആഗ്രഹം ഉണ്ടായി, അങ്ങനത്തെ പോലെ യൂട്യൂബിൽ കുക്കിംഗ് ചാനൽ, അതായത് കുക്കിംഗ് വീഡിയോ ഇടണം. അതിനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ല, എനിക്ക് അറിയണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു, ചെയ്യണം, എപ്പോഴെങ്കിലും അത് പറ്റുമ്പോൾ ഇടണം. പിന്നെ എൻ്റെ മനസ്സിലുള്ള വേറൊരു ആഗ്രഹം എന്ന് വെച്ചാൽ, എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, അതായത് നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവ്, നമ്മൾ എന്തായാലും ജനിച്ചു, ഇത്രയ്ക്കൊക്കെ ആയി, നമ്മൾ ഈ ഒരു ലോകത്ത് നമ്മൾ അതായത് ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവ് വേണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമ്മൾക്ക് പബ്ലിക് എന്നതിൽ കൂടെ, അതായത് ഞാൻ അന്ന് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ കുക്കിംഗ് ചാനൽ ഇടുന്ന ആ ഒരു ഇത് വിചാരിച്ചു ഇതിൽ കൂടെ നമ്മളെ കാണിക്കാം, നമ്മുടെ ഫാമിലിയെ കാണിക്കാം, അപ്പോൾ ലോകം കുറച്ച് പേരെങ്കിലും കാണും, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും അതിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് ആക്കിയത് വിനസ് കറിവേൾഡാണ്, ചേച്ചി തന്നെയാണ്. ബിക്കോസ് യു ആർ മൈ ഇൻസ്പിറേഷൻ. ചേച്ചി ഇൻസ്പിറേഷൻ തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഇതുപോലെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാനൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റിലാണ് തുടങ്ങിയത്. അതിന് മുന്നേ ചേച്ചി നാട്ടിൽ വന്ന്, അന്ന് നമ്മൾ ഫ്ലഡൊക്കെ യെസ്, അതാണ് വേറൊരു കാര്യം പറയാനാണ്. അന്ന് ചേച്ചി നാട്ടിൽ വന്നിരിക്കുന്ന സമയം, ഓണം, അന്നാണ് നമ്മുടെ നാട്ടിൽ ഫ്ലഡ് ഉണ്ടായത്, ഏറ്റവും വലിയ ദുരിതം നടന്ന ഒരു സമയം. ആ സമയത്ത് ഞാൻ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചേച്ചി എനിക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്താ പറയുക, വലിയൊരു നിധി കിട്ടിയ പോലെയായിരുന്നു എനിക്ക്. എന്താ പറയുക, ഇതിനേക്കാളും വലിയ ഒന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഫോൺ നമ്പർ കിട്ടിയപ്പോൾ. അങ്ങനെ ഞാൻ അപ്പോൾ ചേച്ചി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് പിറ്റേന്ന് ദിവസം നിങ്ങൾ വൈകിട്ട് വന്ന് ഞാൻ വീട്ടിലുണ്ടാവും എന്നുള്ളത് ചേച്ചി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ നാളെ ജോലിക്ക് നേരത്തെ വരണം, നമുക്ക് വൈകിട്ട് വീണ ചേച്ചിയുടെ വീട്ടിൽ പോകണം. അപ്പോൾ കുട്ടികളോട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ പറയും, നമുക്ക് ഇന്ന് ആൻറ്റിയുടെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. അങ്ങനെ പിന്നെ ഞാൻ കേക്ക് വരെ ഉണ്ടാക്കി ചേച്ചിക്ക് വേണ്ടിയിട്ട്. പിന്നെ ചേച്ചീനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ കിട്ടിയില്ല. ചേച്ചി എന്ത് പുറത്ത് പോവാ, പിന്നെ മെസ്സേജ് വന്നു, ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി പുറത്ത് അങ്ങോട്ട് പോയി എന്നങ്ങനെ എന്തോ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതിന് പിറ്റേ ദിവസമാണ്, അതായത് ഓഗസ്റ്റ് 15, അതിൻ്റെ തലേ ദിവസമാണ് ഈ വരാമെന്നൊക്കെ പറഞ്ഞു നിന്നത്. അതിൻ്റെ ഓഗസ്റ്റ് 15 ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, താഴെയുള്ള മോൻ്റെ ബർത്ത്ഡേ ആണ് അന്ന്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊന്ന് വിളിച്ച് നോക്കാം, എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ പറ്റുകയാണെങ്കിൽ പോയി പറ്റുകയാണെങ്കിൽ കാണാമല്ലോ എന്ന് വെച്ചിട്ട് വിളിച്ചപ്പോൾ ചേച്ചി അന്ന് ഇത്തിരി തിരക്കെല്ലാം കൂടെ എന്തോ ആയിരുന്നു. അങ്ങനെ പിന്നെയാണ് നമ്മുടെ അന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ നാട്ടിൽ ഫ്ലഡിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലംസ് ഉണ്ടായത്. വല്ലാണ്ട് വെള്ളം കയറലും, ചാലക്കുടിയിലൊക്കെ ഒരുപാട് വെള്ളം കയറലും ഭയങ്കര പ്രശ്നം. പിന്നെ ഞാൻ ആ ഫ്ലഡിൻ്റെ ആ ഒരു ഇതിൽ അങ്ങനെയോട് വിട്ടുപോയി. അങ്ങനെ പിന്നെ വീണ്ടും ഇപ്പോഴും ആ ഒരു ആഗ്രഹം ഇപ്പോഴും മനസ്സിലുണ്ട്, ചേച്ചി ഒന്ന് കാണണം, ചേച്ചിയെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ചേച്ചി എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അത് എന്താ പറയുക, എങ്ങനെയത് നന്ദി പറയാമെന്നും എനിക്കറിയില്ല, എങ്ങനെയത് പറയാമെന്നുള്ളതും എനിക്കറിയില്ല. ഒരുപാട് ഇൻസ്പയർ ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു ചാനൽ വരെ തുടങ്ങാനുള്ളൊരു ധൈര്യം,
ഒരു കോൺഫിഡൻസ് ഉണ്ടായത് ചേച്ചിയുടെ വീഡിയോ, അതായത് ചേച്ചിയുടെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അങ്ങനെ ഞാനിപ്പോൾ ഒരു കുക്കിംഗ് ചാനൽ ഓഗസ്റ്റിൽ തുടങ്ങി, വലിയ കുഴപ്പമില്ലാതെ നീങ്ങുന്നു. സുമാക്കി കുക്കിംഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, അതിനൊക്കെ ചേച്ചിയോട് ഒരു ബിഗ് താങ്ക്സ് പറയാൻ. അങ്ങനെ ഒരു ചാനൽ ഞാൻ തുടങ്ങി. ഇതിനൊക്കെ ചേച്ചിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചി കാരണമാണ് എനിക്ക് അങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയത് തന്നെ. അപ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ വീഡിയോയിൽ, ചേച്ചിയുടെ കുക്കിംഗ് വീഡിയോ അല്ല ഞാൻ ശരിക്കും കാണുക. ഞാൻ കാണുന്ന സാധാരണ എല്ലാവരും ആദ്യം തൊട്ടാണ് കാണാം. ഞാൻ ലാസ്റ്റ് ഭാഗമല്ലേ, ബിഹൈൻഡ് ദ സീൻസ് തൊട്ട് അവിടെയാണ് ആദ്യം കാണുക. ഫസ്റ്റ് പോവുക അവിടേക്കാണ്. എന്നിട്ടാണ് ഞാൻ ചേച്ചി ഇൻട്രോ കാണും, എന്നിട്ടാണ് വീഡിയോയിലേക്ക് വരുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതിൽ കൂടുതൽ ചേച്ചിയുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്ക് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. എനിക്കിഷ്ടം ചേച്ചിയുടെ ഫാമിലി ബോണ്ടിങ് ആണ് എനിക്കിഷ്ടം. ഫാമിലി ബോണ്ടിങ്, അതുപോലെ തന്നെ ചേച്ചിയുടെ ആ ഒരു സംസാരം, ചേച്ചിയുടെ ആ ഒരു എന്താ പറയുക, കുറുമ്പിയായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഭയങ്കര ക്യൂട്ടിയാണ് ചേച്ചീനെ കാണാനും. അപ്പോൾ അതാണ് ഞാൻ നോക്കുക. അപ്പോൾ ഞാനൊരു ഫാമിലി ലവിങ് പേഴ്സണാണ്. എനിക്ക് എൻ്റെ ഫാമിലീനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഫാമിലി ബോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ചേച്ചിയുടെ ബിഹൈൻഡ് ദ സീൻസ്. അതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് കാണുന്നത് അതാണ്. കഴിഞ്ഞിട്ടാണ് ചേച്ചിയുടെ ഇൻട്രോ കാണും, അത് കഴിഞ്ഞിട്ടാണ് ചേച്ചിയുടെ കുക്കിംഗ് കാണുക. ചിലപ്പോൾ കുക്കിംഗ് കാണില്ല, ചിലപ്പോൾ ഈ 2 ഭാഗം മാത്രമേ ഞാൻ ചിലപ്പോൾ കണ്ടെന്ന് വരുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഇത് കാണാൻ. പിന്നെ എന്താ വെച്ചാൽ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ദുബായ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. എൻ്റെ കുട്ടിക്കാലം ദുബായ് ഷാർജയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കൂടുതലും ആ സ്ഥലങ്ങൾ എനിക്കൊരുപാട് ഇഷ്ടം. നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലിങ്സാണ് എനിക്ക്. ഞാൻ സാധാരണ പറയാൻ നമ്മുടെ നാട്ടിലെ നൊസ്റ്റാൾജിക്കാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഗൾഫായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു രീതി ആ ഒരു കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ചേച്ചി എനിക്ക് ഒരുപാട് എന്താ പറയുക, ഇതിനൊക്കെ എന്താ പറയുക, ചേച്ചിയോട് എനിക്കൊരു വലിയൊരു ബിഗ് താങ്ക്സ് ആണ് എനിക്ക് ചേച്ചിയോട് പറയാനുള്ളത്. ചേച്ചി കാരണമാണ് എനിക്കൊരു വീഡിയോ, അതായത് ഒരു ചാനൽ, കുക്കിംഗ് ചാനൽ തുടങ്ങാനും എൻ്റെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടായതും ബിക്കോസ് ഓഫ് യു. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് യു. എപ്പോഴെങ്കിലും ചേച്ചി നാട്ടിൽ വരുമ്പോൾ എനിക്ക് ചേച്ചിനെ എന്തായാലും കാണണം, അതെന്തായാലും കാണണം. അതെൻ്റെ ഭയങ്കര ഏറ്റവും വലിയ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ അന്ത്യാഭിലാഷം എന്നൊക്കെ പറയണപ്പോൾ അതൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ചേച്ചി കാണാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ചേച്ചിനെ എന്തായാലും എനിക്ക് കാണണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് എന്തായാലും കാണാൻ. മെസ്സേജിലും ചേച്ചിയുടെ പഴയ നമ്പർ ഇപ്പോഴും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ സേവ് ചെയ്ത് എന്തായാലും ചേച്ചി കാണണം. അപ്പോൾ ചേച്ചി ഇനിയും വലിയ 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 ഉയരങ്ങളിൽ എത്തണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ഒരുപാട് കോടിക്കണക്കിനുള്ള സബ്സ്ക്രൈബേഴ്സ് ചേച്ചിക്ക് എന്താ പറയുക ചാനലുണ്ടാവട്ടെ. നല്ലൊരു എന്താ പറയുക, ചേച്ചിയുടെ ഫാമിലിക്കൊക്കെ നല്ലത് വരട്ടെ, കുട്ടികൾക്ക് നല്ലത് വരട്ടെ. അപ്പോൾ നമുക്ക് ഇനി നേരിട്ട് കാണുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും കാണണം. അപ്പോൾ അതുപോലെ തന്നെ എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ബൈ.